8 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര? അതായത് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം അങ്ങനെയും പറയും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? എന്താ ഇവിടെ പറയുന്നത്? 8 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വൃത്തം വരയ്ക്കാം. അതിനുശേഷം ആ വൃത്തത്തിനുള്ളിൽ വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരം അതാണ് വരയ്ക്കേണ്ടത്. എങ്ങനെ ഏറ്റവും വലിയ സമചതുരം വരയ്ക്കുക? അതായത് ആ സമചതുരത്തിൻ്റെ 4 കോർണറും വൃത്തത്തിലായിരിക്കണം. അങ്ങനെ വന്നാലാണ് അത് ഏറ്റവും വലിയ സമചതുരം ആകുന്നത്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് പോലെ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വൃത്തത്തിൻ്റെ ആരം തന്നിട്ടുണ്ട്. റേഡിയസ് എത്ര? 8 സെന്റിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. വ്യാസം എത്രയായിരിക്കും വ്യാസം? അതായത് വ്യാസം എന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ്. ഇവിടെ ആരം റേഡിയസ് r 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡി കണ്ടുപിടിക്കാം. അതായത് ഡയമീറ്റർ വ്യാസം എത്രയായിരിക്കും? d = 2r. അതായത് ആരത്തിൻ്റെ ഇരട്ടി എത്ര കിട്ടും? 2 × 8 എത്ര വരും? 16. അപ്പോൾ നമുക്കിവിടെ വ്യാസം കിട്ടി. d = 16 എന്ന്. ഇവിടെ വ്യാസം എന്നത് വൃത്തത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ കൂടി മധ്യബിന്ദുവിൽ കൂടി വരയ്ക്കുന്ന ഒരു രേഖയാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാസം വരയ്ക്കാം. അതായത് വൃത്തത്തിൻ്റെ മധ്യബിന്ദുവിൽ കൂടി എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ വൃത്തത്തിൻ്റെ വ്യാസം കിട്ടിയിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ ആണേ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സമചതുരത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് സ്ക്വയർ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഈ ചിത്രത്തിൽ നോക്കൂ. വൃത്തത്തിൻ്റെ വ്യാസം തന്നെയല്ലേ സമചതുരത്തിൻ്റെ വികർണമായിട്ട് വന്നിട്ടുള്ളത്? ഡയഗണൽ. അപ്പോൾ സമചതുരത്തിൻ്റെ ഡയഗണൽ വികർണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുന്നത്? സമചതുരത്തിൻ്റെ വികർണം തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കുന്നത് d²/2. ഇനി ഡിയുടെ വാല്യൂ അതിൽ കൊടുക്കാം. ഡി എത്രയാണ്? 16 അപ്പോൾ എന്ത് വരും? 16²/2. ഇനി നമുക്ക് നേരെ 16ന്റെ സ്ക്വയർ എഴുതാം. 256 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് 16 × 16 അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 2 വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ 8 വരും. അപ്പോൾ 8 × 16. ഇനി 8 × 16 എത്ര വരും? 128. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് വരുന്നത് 128 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്.